ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആറന്മുള വെള്ള സദ്യ കഴിക്കാൻ വേണ്ടി പോയിരുന്നത് 2024 സെക്കൻഡ് ടൈമാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൽ നമ്മൾ ഇത്തവണ പോയത് വരയന്നൂർ പള്ളിയോടത്തിൻ്റെ ഒപ്പമാണ്. അവരുടെ പള്ളിയോടത്തിൽ കയറി വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് ഈ വെള്ള സദ്യക്ക് പോയത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയോടത്തിൽ വഞ്ചിപ്പാട്ടൊക്കെ പാടി വരുന്നൊരു കാഴ്ചയുണ്ട്. അത് കാരണം നമ്മൾ ഇതിന് മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അത്രയും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളിത് കണ്ട അടിപൊളിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ശേഷം നമ്മൾ ഈ ആറന്മുള വെള്ളസദ്യയുടെ ഹോളിൽ എത്തിയിട്ട് ശേഷം എന്താണ് അവിടെ ഈ പാട്ട് പാടി കറികൾ ചോദിക്കണ ഒരു പരിപാടിയുണ്ട്. അതും നമ്മളെപ്പോഴും ഷോർട്ടായിട്ടൊക്കെ എടുക്കാറ്. അതും ഇത്തവണ കുറച്ച് അധികം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അതെന്താണെന്ന് മറ്റുള്ള മതസ്ഥരെ അല്ലെങ്കിൽ ഇവിടെ ഇതുവരെ പങ്കെടുക്കാത്തവർക്ക് അവരെ കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ കാണാം. വിളക്കിനെ വരും കൈതൊഴുന്നേ. പടിവോട് വന്ദിതാരും ചിത്തം കുളിർക്ക വിഭവങ്ങൾ പലരും വിളമ്പി
ആടി കൂടാതെ കൂടി പണ്ടൊരിക്കൽ കൃഷ്ണനങ്ങ് പണ്ടൊരിക്കൽ കൃഷ്ണനങ്ങ് പണ്ടൊരിക്കൽ കൃഷ്ണനങ്ങ് കൃഷ്ണനോട് പാപം വേണം പണ്ടോരിക്കൽ കൃഷ്ണനങ്ങ് കൃഷ്ണ കൃഷ്ണ കൊടുത്തതും വേണം തിരുവാറന്മുളയപ്പന്റെ ആ തിരുവാർപ്പിൽ നേരിച്ച ആ അരവണ പായസമേ തിരുവാറന്മുളയപ്പന്റെ തിരുമുമ്പിൽ കുടികൊള്ളുന്ന ഓർത്തിട്ട ഗണപതി ഭഗവാന്റെ ഭോജനമായ കൊണ്ടുപോയോ കൊച്ചാട്ടം നോക്കിയിരിക്കുവേ കേൾവിക്കു ചേർന്ന പലതുണ്ട് ഫലങ്ങളതെന്നാൽ നാളിപ്പതിന് മതിയായ തതുകാലി തന്നെ ഇളം കലർ നിന്നിവിടെ നൽകിടണം കൊണ്ടുവാ
കടകലമ്മ കടങ്ങളാൽ പറന്നു വന്ന് ആ കൊടിമരച്ചുവട്ടിൽ വലക്കൊന്നു വെച്ച് അറുപുഷ്പത്തിൽ പൂന്തേൻ നുകർന്ന് അത് വയമ്പിൽ ചാലിച്ചു കൊണ്ടുവാ. വാരങ്ങളെപ്പന്റെ ആ തങ്കപ്പിടം നിരത്തിയ ആ രാജാക്കന്മാരായ ആ ഉമാ
പിന്നെ എന്താണെന്നല്ലോ ആറന്മുള സദ്യക്ക് വന്നാൽ ഇപ്പോൾ ബോച്ചേറ്റി മസ്റ്റാണ് അല്ലേ? സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഈ കടയിൽ. എന്തി മറ്റേ ചേട്ടൻ എന്തി വീട്ടിൽ പോയി. ഓക്കെ ഓക്കെ, അന്വേഷണം പറഞ്ഞിരിക്കും. ഞാൻ ഇത് കൊടുക്കും. ഒരു 3 തന്നിരിക്കും. നിനക്ക് വേണം അവിടെ? ഓണം തരാം. ഉറം മതിയാ? അപ്പോൾ അല്ലേ അടിക്കോന്ന് നോക്കാം അല്ലേ? അതെ, നമുക്ക് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ ചായയിൽ ഒതുക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. ഒരു എന്താണ് 3-4 തരം പായസമൊക്കെ ഉണ്ടായി. 4 അല്ല, അതിൽ കൂടുതലുണ്ടാവണം. ഞങ്ങൾ 2-3 ഞങ്ങൾ ടേസ്റ്റ് ചെയ്തോളൂ. കാരണം ഇനി ഉറക്കമൊക്കെ വരും അല്ലേ? നല്ലൊരു സദ്യയായിരുന്നു. നിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അല്ലേ പള്ളിയോടത്തേക്ക് കയറിയതും ഇങ്ങനെ ആറന്മുള വെള്ള സദ്യ കഴിച്ചത്? എങ്ങനെയുണ്ടായി? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു വെറൈറ്റിയുമാണ്. നമ്മൾ ആദ്യമായിട്ട് വന്നത് കാണുന്ന കാരണം ഒരു വെറൈറ്റി സംഭവവുമാണ് ഇത്. എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒന്നും ഉണ്ടാകുമോ എന്നൊക്കെ. പക്ഷേ ഇത്തവണ ഓഫർ കിട്ടിയപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ പലരും ബിസി ആയിരുന്നു. ഇവനാണ് ആ യോഗം കിട്ടിയത്. അല്ല, 2 പേരും കൂടി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായി ഇത്തവണ. പക്ഷെ അത് ആർക്കും ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾക്ക് നമുക്ക് കിട്ടിയത് വീണ്ടും. അപ്പോൾ എന്തായാലും ഇനി വിനുമോഹൻ സാറിനെ കൂടെ ഒന്ന് കാണട്ടെ. അദ്ദേഹം പുറത്താണ്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇത് മെയിനായിട്ട് നമ്മൾ ഇത്തവണ കൊടുത്തത് മറ്റേ പാട്ടുപാടി കറികൾ ചോദിക്കണതാണ്. അതാണ് മെയിനായിട്ട് എടുത്തത്. കാരണം മറ്റുള്ളതിലൊക്കെ അത് കുറവായിരുന്നു. അപ്പോൾ എന്നാൽ എല്ലാം കൂടി അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണമെന്ന് പറയുന്നതാണ്. ഈ 2024 തന്നെ ഒരു 1.5-2 മാസം മുന്നേ അങ്ങ് എടുത്തതാണ്. സാറാണ് ഞങ്ങൾ ആദ്യമായിട്ട് വെള്ളസദ്യ കഴിക്കുന്നത്. എന്തായാലും ഇത്തവണ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൻ്റെ 3ാമത്തെ തവണയായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. സാറിൻ്റെ ഒരു വഴിപാട് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റി. സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സാധിച്ചു തരട്ടെ ഭഗവാൻ. ഇനിയുള്ളതും ഭാവിയിലുള്ളതും വളരെ സന്തോഷം. വന്നതിലും പങ്കെടുത്തതിലും എല്ലാം അല്ല, വരാൻ ആവശ്യമുണ്ടാവും. അതുകൊണ്ടായിരിക്കും നടത്തിയത്. ഇല്ലെങ്കിൽ തെറ്റിപ്പോണ്ട. ഒരു വർക്ക് വന്നാൽ പോയാനെ. എന്നെ നമ്മളിങ്ങോട്ട് ആനയിച്ചവർ തന്നെ തിരിച്ച് പള്ളിയോടത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി ഇവർ കുടുംബത്തോടെ ആക്കിയിരുന്നു. അത് നമ്മൾ എടുത്തില്ലായിരുന്നു. കാരണം നിങ്ങൾ മെയിനായിട്ട് ഇന്ന് ആ പാട്ടുപാടി കറികളി ചോദിക്കണത് കാണിക്കാൻ വേണ്ടി ഇന്നുകൊണ്ടാണ് അതെടുക്കാൻ. എന്തായാലും ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാം ഉണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിന് കൂടി കാണാവുന്നതാണ്. കാരണം അപ്പോൾ സന്തോഷം. മറ്റൊന്നും പറയാനല്ലോ. സന്തോഷം മാത്രം. അപ്പോൾ ഭംഗിയായിട്ട് നടന്നു. വളരെ സന്തോഷം. ചേട്ടൻ്റെ പേര് അതല്ലേ? പിന്നെ സാറിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.